ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ ഇത്രയും ദിവസം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തതിനും അതിന് നല്ല രീതിയിലുള്ള അപ്രിസിയേഷൻ ഞാൻ തരികയാണ്. അതുപോലെ തന്നെ ഒത്തിരി ഡൗട്ട്സും കാര്യങ്ങളും ക്ലിയർ ചെയ്യാൻ പറ്റിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോ ഈ ഒരു സെഷനിൽ മുമ്പത്തെ സെഷൻ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്ന സംശയത്തിനുള്ള ആ ഒരു ക്ലാരിഫിക്കേഷൻ ആയിരിക്കും നമ്മൾ തരുന്നത്. ഓക്കെ, സോ സ്റ്റേ ട്യൂൺഡ്. സോ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഡിപ്ലോമയാണ് പഠിക്കുന്നത്, ഞാൻ എഞ്ചിനീയറിംഗ് ആണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ ഞാനൊരു ആർട്സ് ആൻഡ് സയൻസ് കോഴ്സ് ആണ് പഠിക്കുന്നത്, എനിക്കിത് ചെയ്യാൻ പറ്റുമോ? സോ അതിനുള്ള ഉത്തരം ഒന്ന് മാത്രം, യെസ് യു ക്യാൻ ഡു ദിസ്. കാരണം ഇവിടെ ഏറ്റവും ബേസിക്സ് തൊട്ടിട്ടാണ് ഏതൊരു കുട്ടിക്കും പഠിപ്പിച്ചു കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് പ്രയർ ആയിട്ടുള്ള ഒരു അറിവ് ഇതിനെ പറ്റി ഇല്ലാത്ത ഒരു കുട്ടിക്ക് പോലും ഏറ്റവും സിമ്പിൾ സ്റ്റെപ്സിൽ, ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും മിനിമം ബേസിസ് നോളജ് പോലും ഇല്ലാത്തൊരു കുട്ടിക്ക് പഠിപ്പിക്കുന്ന പോലെയാണ് നമ്മളിവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ഏതൊരു ബ്രാഞ്ചിൽ നിന്ന് വന്ന കുട്ടിക്കും ഇത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു മേജർ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ കയ്യിൽ ലാപ്ടോപ്പ് ഉള്ളത് ഹൈ എൻഡ് ലാപ്ടോപ്പ് അല്ല, സാധാ ലാപ്ടോപ്പ് മതിയോ, മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റുമോ? സോ ഇതിനുള്ള ഉത്തരം യെസ്, നമുക്കൊരു ഡിവൈസ് ആണ് നമ്മുടെ ലേണിംഗ് ജേർണി എൻഹാൻസ് ചെയ്യാൻ വേണ്ടത്. അതിന് നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ലാപ്ടോപ്പ് ആണ്. കാരണം അതിലൊരു യൂസർ ഇന്റർഫേസ് അല്ലെങ്കിൽ അതിലുള്ള സംവിധാനങ്ങളെല്ലാം മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്നത് ലാപ്ടോപ്പ് ത്രൂ ആയിരിക്കും. ഓക്കെ, കാരണം നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കോഡിംഗ് കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ അതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനും ലാപ്ടോപ്പ് ഇന്റർഫേസ് ആയിരിക്കും മോർ കൺവീനിയന്റ്. എന്നും പറഞ്ഞ് നമ്മളിപ്പോ ഒരു ട്രാവൽ ചെയ്യാണ്, നമുക്ക് ആ സമയത്ത് ഒരു ലാപ്ടോപ്പ് അത്ര ആക്സസിബിൾ ആയിരിക്കില്ല. അങ്ങനത്തെ ഒരു സിനാരിയോയിൽ നമുക്ക് മൊബൈൽ ഫോണിലൂടെയും ഇത് റിവൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതൊരു ഡിവൈസ് ആണെങ്കിലും നമുക്ക് പറ്റും. അതിനൊരു ഹൈ എൻഡ് ലാപ്ടോപ്പ് വേണമെന്നില്ല, ഒരു ബേസിക് ലാപ്ടോപ്പ് ആണെങ്കിലും നമുക്ക് പറ്റും. മൊബൈൽ ഫോണിൽ നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ കൂടുതൽ നമ്മൾ ഇവിടെ പ്രിഫർ ചെയ്യുന്നത് ലാപ്ടോപ്പ് ആണ്. കാരണം നിങ്ങളുടെ ലേണിംഗ് ജേർണി അത്ര മനോഹരമായിരിക്കും അതിൽ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് അത് കഴിഞ്ഞ് ചോദിച്ചിരിക്കുന്നത്, പഠിക്കുമ്പോൾ അവർക്ക് ഓരോ ഡൗട്ട്സ് വന്നാൽ അതെങ്ങനെ അവർ ക്ലാരിഫൈ ചെയ്യും, കാരണം ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണെന്നുള്ളൊരു സംശയം ആശ്രയിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ, എല്ലാ സ്റ്റുഡൻസിനും അവരുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, അത് അവരുടെ കൊലീഗ് ആയിക്കോട്ടെ, അവർക്ക് ആ ഒരു കമ്മ്യൂണിറ്റി നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബാച്ച് മെന്റേഴ്സ്, ഈ മെന്റേഴ്സ് അല്ലെങ്കിൽ ടി എസ് എന്ന് പറയുന്നവര് ഈ പറഞ്ഞതുപോലെ കോർ സ്കിൽസിൽ അത്ര എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റീസ് ആണ്. അവര് നിങ്ങളുടെ ഡൗട്ട്സ് റെക്ടിഫൈ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ തന്നെ ഒരു ഡൗട്ട് വന്ന് നിങ്ങളുടെ ബാച്ച് മേറ്റ്സ് ആയിട്ട് അത് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഡിസ്കഷൻ ഫോറംസും ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അതിലും നമ്മുടെ ഡൗട്ട്സ് ക്ലിയർ ആയില്ല എന്ന് വിചാരിക്കും, അങ്ങനത്തെ ഒരു സിനാരിയോയിൽ ടി എ, ടീച്ചിങ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ നമ്മുടെ മെന്റേഴ്സ് നിങ്ങളുടെ ഡൗട്ട്സ് റെക്ടിഫൈ ചെയ്ത് തരും. അതിലും നടന്നില്ലെങ്കിൽ അവരായിട്ട് പേഴ്സണലി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും പറ്റും. അതുകൊണ്ട് നിങ്ങളുടെ ജേർണി, നമുക്ക് പഠിക്കുമ്പോൾ എന്തായാലും ഡൗട്ട്സ് വരും, ഇത് ഏറ്റവും നല്ല രീതിയിൽ റിസോൾവ് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഞങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോ മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസ് ചോദിച്ചിരിക്കുന്ന 3 ഡൗട്ട്സും ഞാനിപ്പോ സോൾവ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മുടെ കമന്റ് സെക്ഷനിൽ നിങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതിനുള്ള ഉത്തരമായിട്ട് ഞാൻ ഇനിയും വളരെയധികം സെഷൻസ് ആയിട്ട് നിങ്ങളുടെ മുൻപിൽ വരും. സോ അതുവരയ്ക്കും ടേക്ക് കെയർ. സി യു സൂൺ.